മനുഷ്യരെ ആകട്ടെ, ബന്ധങ്ങളെ ആകട്ടെ, സൗഹൃദങ്ങളെ ആകട്ടെ, വസ്തുക്കളെ ആകട്ടെ, നിങ്ങളെ പിടിച്ചു വലിക്കുന്ന എന്തുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ കണ്ണും പൂട്ടി ഉപേക്ഷിക്കും. അവിടെ മുതൽ നിങ്ങൾക്ക് സമാധാനം കിട്ടി തുടങ്ങും. നമ്മുടെ വീട്ടിലെ ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കളഞ്ഞ് ഐശ്വര്യത്തിന് നിറയ്ക്കുന്ന ഒരു സംസ്കാരം മലയാളിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്? നമ്മൾ ഈ നെഗറ്റീവ് സാധനങ്ങളെ എടുത്തു മാറ്റി പോസിറ്റീവ് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ എപ്പോഴും നെഗറ്റീവുകളെ തന്നെ ഇങ്ങനെ അടുക്കി ഇവിടെയും വെച്ചേക്കല്ലേ അല്ലേ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങളുടെ സമാധാനം കളയുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്? ഒരാളാണെങ്കിൽ കൂടി അയാളെ ഒഴിവാക്കുന്നേ. നിങ്ങൾക്ക് അയാൾ സമാധാനം തരുന്നില്ല എങ്കിൽ അയാൾ നിങ്ങളുടെ ലൈഫിൽ തുടരേണ്ട കാര്യമില്ല. ഉണ്ടോ? നിങ്ങൾ അയാളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യൂ. അവിടെ മുതൽ സമാധാനം ഉണ്ടാവും. നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ പരസ്പരം തുറന്നു പറയാൻ മടിച്ച പല കാര്യങ്ങളും ഉള്ളിൽ കിടന്ന് പെരുകി ആവശ്യമില്ലാത്തൊരു നെഗറ്റിവിറ്റി അവിടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലേ. പോവാണെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ട് കണ്ണും പൂട്ടി പറയൂ, എനിക്ക് ഇങ്ങനൊരു കാര്യം പറ്റിപ്പോയി, അല്ലെ എനിക്ക് ഇങ്ങനൊരു കാര്യം പറയാനുണ്ട്. അവിടെ നിന്ന് കഴിയുന്നേ. നിങ്ങളൊരു കാരണവശാലും കഴിഞ്ഞുപോയ കാലത്തിലെ നിങ്ങളുടെ തന്നെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് ടെൻഷനായി ആ നെഗറ്റിവിറ്റി കൊണ്ടുനടക്കരുത്. അതിനെടുത്ത് കളയും. നിങ്ങൾക്ക് സമാധാനക്കേടുണ്ടാക്കുന്ന മനുഷ്യർ അത് ആര് തന്നെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉടനെ തന്നെയോ അല്ലെങ്കിൽ പതിയെയോ നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും മനോഹരമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഏറ്റവും നല്ലൊരു ജീവിതകാലം ആസ്വദിക്കുന്നത്. എന്തിനാണ് ഈ നെഗറ്റീവും പേറി നടക്കുന്നത്? നിങ്ങളെ പിന്നോട്ടേക്ക് വലിക്കുന്ന, നിങ്ങളെ വല്ലാണ്ട് ഭാരം കൂട്ടുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ല. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് അയാളെ വേണം, അല്ലെങ്കിൽ എനിക്ക് അവളെ വേണം. അവൾ പക്ഷെ ഭയങ്കര ഭാരമാണെന്ന് എനിക്കറിയാം, അവൾ എനിക്ക് നല്ലതല്ല എന്നറിയാം, അല്ലെങ്കിൽ അവൻ എനിക്ക് ശരിയല്ല എന്നറിയാം, പക്ഷെ എനിക്ക് അയാളെ വേണം. എന്റെ ഇപ്പൊ അതൊക്കെ തോന്നുന്നതാണ്.